ഹായ് ഡിയേഴ്സ്, ഒരു മലേഷ്യൻ ഫുഡ് പരിചയപ്പെട്ടാലോ? നമ്മൾ കേരളത്തിൽ നിന്ന് മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഫുഡും ഒന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ഇതാ പൊറോട്ടയും ഇറച്ചിയും എന്ന് മലയാളത്തിൽ എഴുതി വെച്ചൊരു ഷോപ്പ് കണ്ടത് കേട്ടോ. ഇവിടെയാണെങ്കിൽ നോക്കിയപ്പോൾ കുറേ തൃശ്ശൂരുകാരുമാണ് ഉള്ളത്. കുന്നംകുളംകാരൻ്റെ ഹോട്ടലാണ് താനും, റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. അൽ ബേക്ക് നാസി കന്ദർ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നാസി കന്ദർ റൈസ് കഴിച്ചാലോ 12 റിംഗ്. ഈ ഒരു ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അടങ്ങിയതാണ്. അതായത് റൈസ് 2 ടൈപ്പ് റൈസ് ഉണ്ട്. ഇതിൽ ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്ന് ഒരു യെല്ലോ റൈസ്, അതിനകത്ത് വെജിറ്റബിളും എല്ലാം ഇട്ടിട്ടുള്ളതാണ്. അതിലേക്ക് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ആഡ് ചെയ്യാൻ കേട്ടോ. ഇതെല്ലാം ഇല്ല, ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അവരെല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ഗ്രേവി എല്ലാം സഹിതമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത റൈസ്. ഇനി വൈറ്റ് റൈസും ഉണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു വലിയ കഷ്ണം ചിക്കൻ വെക്കും. ആ ചിക്കൻ അങ്ങനെ ചുമ്മാ വയ്ക്കുകയല്ല, അതൊന്ന് ചതച്ചിട്ടാണ് കേട്ടോ വയ്ക്കുക. ആ ചിക്കൻ നല്ലതുപോലെ ചതച്ച് അതിൻ്റെ മുകളിലേക്കാണ് ഗ്രേവി നമുക്ക് ഒഴിച്ചു തരുന്നത്. അതുമാത്രമല്ല, ഗ്രേവി എന്ന് പറയുന്നത് ഒരു 5-6 ടൈപ്പ് ഗ്രേവി, അതുപോലെ തന്നെ അതിനകത്തേക്ക് വരുന്നത് കാര്യങ്ങളൊക്കെ ഈ ചേട്ടൻ തന്നെ പറഞ്ഞു തരും. അതാണ് എൻ്റെ ബെറ്റർ. അപ്പോൾ എന്തായാലും കുറേ നോൺ വെജുകൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് അവിടെ തന്നെ വെച്ചിട്ടുള്ള നോൺ വെജുകളുടെ ആ കറിയും അതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു മിക്സായിട്ടുള്ളൊരു റൈസാണ് ഇത് വരുന്നത്. എന്നാൽ പിന്നെ ഇനി ഇവർ തന്നെ പറഞ്ഞു തരട്ടെ ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത്. ബീഫ്, മട്ടൺ, ഇതെല്ലാം ഇതിൻ്റെ ഗ്രേവിയും എല്ലാം സഹിതമാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു നോൺ വെജ് പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ് ഇത്. 3 കറി അതിൻ്റെ മെയിൻ. 3 കറികളുണ്ടാവും മെയിനായിട്ട്. അതായത് ചിക്കന്, ബീഫ്, അതായത് കുറുമ കറി, പിന്നെ ഉള്ള 2 സോസ്, ഒരു സ്പൈസി, ഒരു ബ്ലാക്ക് ഉണ്ട്. എന്തോ ഇതിൻ്റെ വേറെ സ്പെഷ്യൽ എന്തെങ്കിലും വെക്കണം. സാധാ ബീഫ് ഉണ്ട്, മട്ടനാണെങ്കിൽ മട്ടൻ ഉണ്ട്. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചതച്ചിട്ട് ആ ചിക്കൻ്റെ മുകളിലേക്ക് ഈ ഗ്രേവിയൊക്കെ ഒഴിക്കുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. മധുരവും ഉപ്പും ചെറിയൊരു പുളിയും ആ എല്ലാ ഗ്രേവികളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വയറ് ഫുള്ളാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മലേഷ്യയിലെത്തുമ്പോൾ. നാസി കന്ദർ റൈസ് കിടുവാണ്, സൂപ്പറാണ്. ഒന്ന് കഴിച്ചിട്ടുള്ളവരും അഭിപ്രായം പറയാൻ മറക്കണ്ട.